Hello, I like a Sanagam. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ സായിക്കോട്ടെ എല്ലാവരെയും സ്വാഗതം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് അൽബത്തേക്കാണ്. വേറെ ഒന്നിനുമല്ല, ചെറിയൊരു ക്യാമ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ നിന്നിട്ട് നാളെ രാവിലെയാണ് കേട്ടോ വരുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പ്ലാൻ ചെയ്ത് പോയതാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ മക്കളും കൂടിയില്ലേ. അപ്പോൾ പിന്നെ നമ്മൾ പ്ലാൻഡ് അല്ലാതെ പോയി കഴിഞ്ഞാൽ വല്ലാത്ത ബോറടി ആവും. പിന്നെ അത് മാത്രമല്ല, വളരെ ബുദ്ധിമുട്ടുമായിരിക്കും കേട്ടോ. നമ്മൾ മാത്രമല്ല, വേറെ 2 ഫാമിലീസും കൂടി ഉണ്ട്. അങ്ങനെ ടോട്ടൽ 3 ഫാമിലീസായിട്ടാണ് നമ്മൾ പോയത്. അവർ സെപ്പറേറ്റ് വണ്ടിയിലാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മൾ കണ്ടോ, കഴിഞ്ഞ ദിവസം കണ്ട ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ ഇല്ലേ, അതിൻ്റെ ഈവനിങ് വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. ഇപ്പം പക്ഷേ അധികം സമയമൊന്നും ആയിട്ടില്ല, ഒരു 3:30, 4 o'clock ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ. കുറച്ച് നേരത്തെ നമ്മൾ പോവുകയാണ്, വേറെ ഒന്നുമല്ല. അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ഒന്നും കിട്ടിയെന്ന് വരത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ പോകുന്നത് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്ന. 2 സൈഡിലും പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുകയാണല്ലേ. എന്ത് ഭംഗിയാണെന്നറിയാമോ ഇത് നേരിട്ട് കാണുവാനായിട്ട്. ഞാൻ ഒന്നാമതും ബാക്ക് സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് ബാക്ക് സൈഡിൽ നിന്ന് എടുക്കുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയെന്ന് വരത്തില്ല കേട്ടോ. എന്താണേലും നല്ല ഭംഗി നോക്കിയാൽ വലിയ മതിലുകൾ കെട്ടിയിരിക്കുന്ന പോലെയാണ് ചെടികൾ നിറഞ്ഞു നിൽക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അങ്ങ് പോകുന്ന വഴിക്ക് കണ്ടോ, ഈ ഒരു മൗണ്ടെയിൻ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അൽബത്ത് ഫുൾ കാണാമെന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. എന്താണേലും പോകുന്ന വഴികളിലൂടെയുള്ള ഈ 2 സൈഡിൽ എത്രത്തോളം പച്ചപ്പുണ്ടോയെന്ന് നോക്കുക. ഒരു മരുഭൂമിയിൽ ഇത്രത്തോളം പച്ചപ്പ് എന്ത് ഭംഗിയായിരിക്കും അല്ലേ. അങ്ങനെ നമ്മളിതേ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്ത് ഭംഗിയായിട്ടാണ് ഇവിടെ നോക്കിക്കേ ലേക്കൊക്കെ കാണാനായിട്ട്. അത് മാത്രമല്ല, നമ്മൾ എത്തുന്നതിന് മുമ്പ് എത്രയോ ഫാമിലീസ് എപ്പോഴേ വന്നിട്ടുണ്ടാവും എന്ന് ഓർത്ത് നോക്കുക. എല്ലാവരും ടെൻ്റൊക്കെ അടിച്ച് മൊത്തത്തിൽ സെറ്റായിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ ഇതേ ലേക്കിൻ്റെ ഇവിടെയൊക്കെ വന്ന് എല്ലാ കാഴ്ചകളും കാണുകയാണ് കേട്ടോ. അവർക്ക് 2 പേർക്കും ഒരുപാട് സന്തോഷമായി. അങ്ങ് നോക്ക്, ഈ ലേക്ക് ഇത്രത്തോളം ഏക്കർ കണക്കിനാണ് കിടക്കുന്നതെന്ന്. അതിൻ്റെ സൈഡിൽ കൂടെ ഫുള്ള് ഫാമിലീസ് ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഇവരൊക്കെ രാവിലെ വന്നിട്ടുണ്ടാവുമായിരിക്കും ചിലപ്പോൾ. നമ്മൾ എന്താണേലും വന്നിട്ട് നമുക്ക് നല്ലൊരു സ്പേസ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താണേലും നല്ല രസമാണ്. ഇവിടെ വെള്ളത്തിൽ ഇഷ്ടംപോലെ മീനുകളും ഉണ്ട് കേട്ടോ. ഈ ഈവനിങ്ങിലുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇതിലൂടെ ഇഷ്ടംപോലെ മീൻ മാത്രമല്ല, താറാവുകളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്കേ, നമ്മുടെ മീൻകുട്ടന്മാർ നടക്കുന്നത് വലുതും ചെറുതുമായിട്ട് ഒരുപാട് മീനുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. ഇവയ്ക്കൊക്കെ നമുക്ക് വേണേൽ ഫീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല രസമാണ് കേട്ടോ. പല ടൈപ്പ് മീനുകളാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഏറ്റവും ആകർഷണീയമായത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് നല്ലൊരു പാർക്ക് പോലെയുള്ള സൗകര്യങ്ങളും ഉണ്ട്. വലിയവർ മാത്രം എൻജോയ് ചെയ്താൽ മതിയോ, അവർക്കും ഓടിക്കളിക്കാനും അവർക്ക് എൻജോയ് ചെയ്യാനുമായിട്ട് ചെറിയൊരു പാർക്ക് സൗകര്യവുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ബാത്റൂം സൗകര്യവും ഇവിടെ ഉണ്ട്. 1, 2, 3 ബാത്റൂമുകളും അവിടെ സൗകര്യങ്ങളോടെ കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ടെൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേന്ന് നോക്കിക്കേ. 3 ടെൻറ്റും അടുപ്പിച്ച് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് നമ്മൾ പോയത്. ചെയറും ലൈറ്റും പിന്നെ നമ്മുടെ മ്യൂസിക് സിസ്റ്റവും എല്ലാം ആയിട്ടാണ് പോയേക്കുന്നത്. നോക്ക്, ലൈറ്റുകൾ കൊണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും ആ ലൈക്കിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് നമുക്ക് സ്പേസ് കിട്ടിയത്. എന്താണേലും നല്ലൊരു തണുത്ത കാറ്റും എല്ലാവർക്കും തണുക്കുന്നുമുണ്ട് കേട്ടോ. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ ചാർക്കോൾ ചെയ്യാനായിട്ടുള്ള നമ്മൾ ചാർക്കോള് കത്തിച്ച് റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ ആണുങ്ങളാണ് കൈകാര്യം കൂടുതലും ചെയ്തത് കേട്ടോ. അവർ എന്താണേലും അതൊക്കെ ഉണ്ടാക്കട്ടെ, നമുക്ക് ഇതിൻ്റെ ഭംഗികളൊക്കെ ഒന്ന് നടന്ന് കണ്ട് ആസ്വദിക്കാം. അതുപോലെ തന്നെ കുട്ടികൾ അതിൽ ഓടിക്കളിക്കുകയായിരുന്നു കേട്ടോ. കാരണം ഇത്രയും സ്പേസ് ഇല്ലേ, ഇതിൽ വേണേലും ഓടിക്കളിക്കാമല്ലോ. അങ്ങനെ എന്താണേലും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ വട്ടത്തിലൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കഴിച്ചു. ഒരുപാട് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ദീപാച്ചി നമ്മുടെ ഫ്രൈഡ് റൈസും പിന്നെ ഞാൻ പോർക്ക് ഫ്രൈയും സ്നേഹ നമ്മുടെ മട്ടൻ കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്താണേലും എല്ലാവരും നന്നായി കഴിച്ചു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചിക്കനും അവിടെ വെച്ചുണ്ടാക്കിയ ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ.
ഈ പ്രാവശ്യം അധികം ഫുഡൊന്നും മേടിക്കണ്ട, നമുക്ക് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകാന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെയാണ് എല്ലാവരും ഉണ്ടാക്കി കൊണ്ടുപോയത് കേട്ടോ. ഇതേ കുട്ടികളൊക്കെ ഇവിടെ ഇരുന്ന് ചീട്ട് കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. എന്താണേലും വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ചെറുതായിട്ടൊരു ചീട്ടുകളി, കഴുതയില്ലേ നമ്മൾ പണ്ട് കളിച്ചിട്ടുള്ള കഴുത കളി, എന്താണേലും ഞാനും 2-3 പ്രാവശ്യം കഴുതയൊക്കെ ആയി. നല്ലൊരു രസത്തോടു കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ കിടന്നുറങ്ങി കേട്ടോ. അങ്ങനെ ദേ രാവിലെ കാണുന്നൊരു വ്യൂ ആണ് ഈ കാണുന്നത്. എത്ര ഭംഗിയാണെന്ന് നോക്കിക്കേ. എനിക്ക് അധികം രാവിലെ ഒന്നും എഴുന്നേക്കാൻ പറ്റിയില്ല കേട്ടോ. ഒരു 5:30-6 മണി ആയപ്പോൾ ഒരു കാഴ്ചയാണ് ഇത്. രാത്രി ഫുള്ള് ഭയങ്കര കളികളും ചിരികളും ബഹളങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെയുള്ള ഒരു ഫാമിലീസും ഉറങ്ങിയതായി തോന്നുന്നില്ല. എല്ലാവരും ഉറക്കളച്ചിരുന്നിട്ട് വർത്താനം പറയലും കളികളും അങ്ങനെ ബഹളങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ദിവസം അങ്ങ് കഴിഞ്ഞു. രാവിലെ ആയപ്പോൾ തന്നെ നമ്മളിവിടെ വെറുതെ ഒന്ന് ഇറങ്ങിയിരുന്നു കേട്ടോ. അതുകൂടാതെ വളരെയധികം മനോഹരമായ ഒരു പാലം കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ലേക്കിൻ്റെ മുകളിൽ കൂടെ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിലൂടെ നടക്കാനും ഒക്കെ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. പിന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല നമ്മുടെ മീനുകളെയും കാണാൻ പറ്റും. ഇഷ്ടംപോലെ മീനുകളാണ് കേട്ടോ. പിന്നെ ഏകദേശം സമയം ഒരു 8 മണിയൊക്കെ ആയി. അപ്പോഴത്തേക്കും നമുക്ക് വിശക്കാനൊക്കെ പയ്യെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ബ്രെഡ് ഓംപ്ലേറ്റും എഗ്ഗ് ബുൾസയും പിന്നെ എന്താ കട്ടൻ ചായയും അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് മാറി മാറി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അതൊക്കെ ദീപാച്ചിയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. എഗ്ഗൊക്കെ മുടഞ്ഞു പോകാതെ, ബുൾസൈഡ് ഉണ്ണി പൊട്ടിപ്പോകാതെ, അങ്ങനെ ഓരോരോ ഇഷ്ടങ്ങൾ ഓരോരുത്തർ പറഞ്ഞപ്പോൾ അവൾ എന്താണേലും അതൊക്കെ വളരെയധികം ക്ഷമയോടുകൂടി ഇരുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളും പയ്യൊക്കെ കഴിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് 2 ഇയറിൽ ഞങ്ങൾ ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും അന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഓരോരോ കുറവുകൾ, ഒന്നെങ്കിൽ ലൈറ്റ് കൊണ്ടുപോയിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻറ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലംസ് ഉണ്ടാകും. കാരണം നമ്മൾ പ്ലാൻഡ് അല്ലാതെയാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് 2 ഇയറിലും അത്രയധികം പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു. ഈ പ്രാവശ്യം പോയപ്പോൾ എന്താണെങ്കിലും നമ്മൾ നല്ല പ്ലാൻഡായി പോയി. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുപോയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൂടാതെ നമ്മുടെ കുഞ്ഞുങ്ങളും കൂടെ ഇല്ലേ, അവർക്കും എല്ലാ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം എടുത്തു വെച്ചില്ലെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടാണ്. പെട്ടെന്നൊരു സാധനം പോയി മേടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ എന്താണേലും മക്കളും എഴുന്നേറ്റു, അവർക്കും ഫുഡ് കൊടുത്തു. അവർക്ക് കൊടുക്കുന്നത് അവർ മീനുകൾക്കും ഇട്ട് കൊടുത്തു കേട്ടോ. എന്താണേലും അവർക്ക് വളരെയധികം സന്തോഷമായി. ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിന്ന് ഇങ്ങനെയൊക്കെ നിൽക്കുക, കാഴ്ചകൾ കാണുക, മീനുകൾക്ക് തീറ്റ കൊടുക്കുക, അതൊക്കെ വലിയ സന്തോഷമല്ലേ. പിന്നെ ഇത് ചിലപ്പോൾ കാണുന്നവർക്ക് വിചാരിക്കും സ്വന്തമായിട്ട് റൂമില്ലേ, പിന്നെ എന്തിനാ ഈ മണ്ണിൽ പോയി കിടക്കണേന്ന്. അങ്ങനെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് പോയി നോക്കൂ. പിന്നീട് ഒരിക്കൽ കൂടി നിങ്ങൾ പോവാതിരിക്കില്ല കേട്ടോ. എന്താണേലും അൽവത്തുവേൽ ലേക്കിൽ ഇതുപോലെ ഒരിക്കലേലും വരാത്തവരുണ്ടെങ്കിൽ, ടെൻ്റ് അടിച്ചില്ലെങ്കിലും വേണ്ട, വെറുതെയും വരാത്തവരുണ്ടെങ്കിൽ ഒരിക്കലൊന്ന് വന്ന് നോക്കൂ കേട്ടോ. ഈ ഒരു പ്രകൃതി ഭംഗി ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ ഇതൊന്നും നാച്ചുറലായിട്ടുള്ളതല്ല, ഇവരെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം ഇവിടെ ഉണ്ടായിട്ടുള്ളതല്ല. ആ ഒരു ഭംഗി എത്ര ഭംഗിയായിട്ടാണ് അത് സൂക്ഷിക്കുന്നതെന്നൊക്കെ ഒന്ന് കാണാനായിട്ട്. അങ്ങനെ എന്താണേലും ഞങ്ങൾ പയ്യെ ടെൻ്റൊക്കെ മടക്കി തുടങ്ങി ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ, സീ യു.